ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിലാണ്, മൂന്നാമത്തെ ക്ലാസ് ആണ് നോക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂസ് ഓഫ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് മാഗ്നറ്റിസം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ആ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട സോളിനോയിഡിന്റെ മാഗ്നറ്റിക് പവർ കൂട്ടുന്ന കാര്യങ്ങൾ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസ് ഉണ്ട്. അപ്പം അതിനകത്താണ് നമ്മൾ പറയുന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ മോട്ടോറിൻ്റെ കാര്യങ്ങളൊക്കെ വരും. ഈ മോട്ടോറിൻ്റെ പ്രവർത്തനം പറയുന്നതിന് വേണ്ടി ഇവിടെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള അത് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിനകത്ത് ഇവിടെ ഈ കണ്ടക്ടറിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കത് റിയൽ കൺസെപ്റ്റിൽ മനസ്സിലാക്കിയാൽ മാത്രമേ കുറച്ചും കൂടെ വ്യക്തത വരുള്ളൂ. എങ്കിൽ നമ്മുടെ പരിമിതികളനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന മാക്സിമം രീതിയിൽ ഞാൻ പറയും. ഓക്കെ, അപ്പം നമ്മളിവിടെ ചിന്തിക്കുന്നത് ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ് എടുത്തിരിക്കുക. ആ മാഗ്നറ്റിന് നോർത്ത് സൗത്ത് ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡിൽ AB എന്ന് പറയുന്നൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യും. ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഭാഗമാണ് ഇതിന്റെ മുകളിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു സെല്ല് ഇതും കൊടുത്തു. ഓക്കെ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഇല്ല, കാരണം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് നമ്മൾ യു ഷേപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ AB എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നത്, അതായത് ഈ ചാലകം ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാലകത്തിൽ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ്, ഒരു ബലം അനുഭവപ്പെടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ബലം അനുഭവപ്പെടുന്നതിന് അനുസരിച്ചുകൊണ്ട് ഇതിന് ഈ പറയുന്ന AB എന്ന് പറയുന്ന കണ്ടക്ടറിന് ഒരു മൂവ്മെന്റ് ഉണ്ടാകും. അത് അപ്വേർഡ്സിലോട്ടോ ഡൗൺവേർഡ്സിലോട്ടോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആയ രീതിയിലൊരു മൂവ്മെന്റ് ഉണ്ടാകും. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. നിയമമാണ് നമ്മൾ പറയുന്നത് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന്. ഫ്ലമിങ്ങിന്റെ ഇടത് കൈ നിയമം. ഓക്കെ, ആ റൂളിനെ ബേസ് ചെയ്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ, തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, ഈ 3 വിരലുകൾ പരസ്പരം ലംബമായി പിടിക്കും. പരസ്പരം ലംബമായി പിടിക്കുന്നതിൽ ഈ പറയുന്ന ചൂണ്ടുവിരൽ മീൻസ് ഫോർ ഫിംഗർ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ. ചൂണ്ടുവിരൽ എപ്പോഴും സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയെ. മിഡിൽ ഫിംഗർ, നടുവിരൽ എപ്പോഴും സൂചിപ്പിക്കുന്നത് കറണ്ട്, ഡയറക്ഷൻ ഓഫ് കറണ്ടാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്. ദെൻ തമ്പ് ഇൻഡിക്കേറ്റ്, തള്ളവിരൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇത് ഫോഴ്സ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ, മിഡിൽ ഫിംഗർ കറണ്ട് ഡയറക്ഷൻ, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ഞാൻ മറ്റൊരു ഫിഗർ വരച്ച് അതാണ് കുറെ കൂടെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ഫ്രെയിം. ഈ റെക്ടാങ്കുലർ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണ്, നോർത്ത് സൗത്ത്. ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. AB ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാം, നോർത്ത് നിന്ന് സൗത്തിലോട്ട്. ഇനി കറണ്ട് ഡയറക്ഷൻ A നിന്ന് Bയിലേക്കാണ്. അപ്പൊ നമ്മൾ ഈ വിരലുകളിൽ നമ്മുടെ മിഡിൽ ഫിംഗറിനെയാണ് എന്തിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുക? കറണ്ട് ഡയറക്ഷൻ റെപ്രസെന്റ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ അപ്വേർഡ്സ്. എന്റെ തമ്പ് എങ്ങോട്ടാ പോയിന്റ് ചെയ്തിരിക്കുന്നത്? ബോർഡിന്റെ സർഫസിലേക്ക്, ഇൻടു ദ ബോർഡിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതായത് AB എന്ന് പറയുന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഈ AB എന്ന് പറയുന്ന കണ്ടക്ടറിനെ സംബന്ധിച്ച് മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത് ഇങ്ങനെ
കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഡയറക്ഷനിലെ കറണ്ടിന്റെ ഡയറക്ഷൻ അപ്വേർഡ്സിലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട്. അപ്പൊ എന്റെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഇൻടു ദ ബോർഡിലേക്ക്. അപ്പൊ എ ബി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇൻടു ദ ബോർഡിലേക്കായിരിക്കും, ബോർഡിന് അകത്തേക്കായിരിക്കും, ഈ ബോർഡിന് അകത്തേക്ക്. അതേസമയം സി ഡി എന്ന് പറയുന്ന ഭാഗം വരുമ്പോഴോ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ തന്നെയാണ്, 4 ഫിംഗർ. ഇനി കറണ്ട് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡൗൺവേർഡ്സിലേക്കാണ്. അപ്പോ എന്റെ തമ്പ് എങ്ങോട്ടാ പോയിന്റ് ഇരിക്കുന്നത്? ഔട്ട് ഓഫ് ദ ബോർഡ്, അപ്വേർഡ്സിലേക്ക്. അതായത് ഇവിടെ നിങ്ങൾ സി ഡി എന്ന് പറയുന്ന ഭാഗത്ത് ഔട്ട് ഓഫ് ദ ബോർഡിലേക്കായിരിക്കും. അതായത് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഈ ഒരു പേപ്പർ ആണെന്ന് വിചാരിക്കും, ഈ പേപ്പർ പീസാണ് ഈ റെക്ടാംഗുലർ കോയിൽ എന്ന് വിചാരിക്കും. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഭാഗം ഇത്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഭാഗം ഇത്, സി ഡി എന്ന് പറയുന്ന അപ്പുറത്തെ ഭാഗം. അപ്പൊ എ ബി എന്ന് പറയുന്ന ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ കറണ്ട് ഡയറക്ഷൻ അപ്വേർഡ്സിലേക്ക്. ഓക്കെ, എന്റെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പുറകിലേക്ക്. അപ്പൊ ഇവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബാക്ക്വേർഡ്സിലേക്ക്. ഇനി ഇവിടെ വരുമ്പോഴോ കറണ്ട് ഡയറക്ഷൻ താഴോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ ബോർഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ്സിലേക്കാണ്. അപ്പോൾ ഈ എൻഡിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇൻവേർഡ്സിലേക്കും, ഈ എൻഡിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്വേർഡ്സിലേക്കും. അപ്പൊ നോക്കിയാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കിയാൽ, ഈ എൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡൗൺവേർഡ്സും, ഈ എൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അപ്വേർഡ്സും. അപ്പൊ ഈ എൻഡ് എന്ന് പറയുന്നത് അകത്തോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ എൻഡ് പുറത്തോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ്. അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റെക്ടാംഗുലർ കോയിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ഫിഗർ ടെക്സ്റ്റിൽ പറയുന്നില്ല, ടെക്സ്റ്റ് പറയുന്നത് ഇങ്ങനൊരു ഫിഗർ ആണ്. ഇത് വെച്ച് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ ബേസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടറും സി ഡി എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ രണ്ട് സൈഡ്. ഓക്കെ, എന്റെ 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ, മിഡിൽ ഫിംഗർ എന്ന് പറയുന്ന കറണ്ടിനെ, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറണ്ട് അപ്വേർഡ്സിലേക്കാണ്, എ ബി എന്ന ഭാഗത്ത് കറണ്ട് അപ്വേർഡ്സിലേക്കാണ്, അല്ലെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇൻടു ദ ബോർഡിലേക്കായിരിക്കും. അതായത് ഇവിടെ പിറകിലേക്കും. ഇവിടെ വരുമ്പോൾ കറണ്ട് ഡയറക്ഷനാണ് മാറുന്നത്. കറണ്ട് ഡയറക്ഷൻ മാറിയതുകൊണ്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ഡയറക്ഷൻ മാറുന്നു, ഫോഴ്സ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന് ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു എഫക്റ്റ് ആണ് എന്ത് സംഭവിക്കുന്നത് ഇവിടെ ഈ നമ്മുടെ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയും. അപ്പോൾ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ പാസ് ചെയ്യുന്ന ഡയറക്ഷൻ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും മൂവ്മെന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മൂവ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ എന്ന് പറയുന്ന ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യും, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഫോഴ്സിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഫ്ലമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡിവൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഡിവൈസ് എന്ന് പറയുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് അവിടെ പറയുന്നത്. മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത് അത്രയേ ഉള്ളൂ, ഒരു ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നത്? റൊട്ടേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതാണ് ഫ്ലമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് പറയുന്നത്. ഈ ലെഫ്റ്റ് ഹാൻഡ് റൂള് നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തിരിക്കുക. അതിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സാധാരണ. ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഡയറക്ഷൻ ഇലക്ട്രിക് കറണ്ട്, ഇനി ഇങ്ങനെ ഒരു ഡയറക്ഷൻ തന്നിരിക്കും, ഇതെന്ന് പറയുന്നത് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ മൂന്ന് കൺസെപ്റ്റും എന്തായിരിക്കണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മുടെ ഈ വിരൽ വയ്ക്കുന്നത് പോലെ ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഇതിന് പെർപെൻഡിക്കുലർ, ഇതിന് പെർപെൻഡിക്കുലർ. ഓക്കെ, ഇതിന് ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്തിട്ട് എക്സാമിൽ ചോദിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് മാർക്ക് ചെയ്താൽ ഇവിടെ എന്തായിരിക്കും? ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് മാർക്ക് ചെയ്താൽ ഇവിടെ എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം. അടുത്ത നമ്മൾ പറയുന്നത് ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ചാണ്. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രിക് മോട്ടോർ. ഈ ഇലക്ട്രിക് മോട്ടോറിന്റെ പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ പോർഷൻ ഉണ്ട്. അവിടെ B1 B2 എന്ന് പറയുന്ന രണ്ട് ബ്രഷുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. B1 B2 എന്ന് പറയുന്നത്
രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകളാണ്. R1 R2 എന്ന് പറയുന്നത് രണ്ട് റിങ്ങുകളാണ്. ആ റിങ്ങുകളെ പറയുന്ന പേര് എന്താണ്? സ്പ്ലിറ്റ് റിംഗ് എന്നാണ്. സ്ലിപ്പ് എന്നല്ല, സ്പ്ലിറ്റ് റിംഗ്. സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് സ്പ്ലിറ്റ് റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് റിംഗ്സ് ഉണ്ട്, സ്പ്ലിറ്റ് റിംഗ്സ്, B1 B2 ബ്രഷ്, പിന്നെ അതിനകത്ത് ഒരു സർക്യൂട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഫ്ലമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ AB-യും CD-യും നമ്മൾ അവിടെ കണ്ടതാണ്. AB-യിലും CD-യിലും എന്ത് ചെയ്യുന്നത്? ഫ്ലമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്. അതായത് ഇതനുസരിച്ച് എന്താണ്, ഇവിടെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് പാസ് ചെയ്യുന്നത് അപ്വേർഡ്സിലേക്ക്, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻടു ദ ബോഡി. ഓക്കെ, അടുത്ത CD എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ തന്നെയാണ്, കറണ്ട് ഡൗൺവേർഡ്സിലോട്ടാണ്, തമ്പ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്വേർഡ്സിലേക്ക്. അപ്പോൾ AB-യും CD-യിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതിന്റെ നെറ്റ് എഫക്ട് എന്തുണ്ടാകും? ഒരു ടേണിംഗ് എഫക്ട്. അപ്പൊ ഇവിടെ ടേൺ ചെയ്യുന്ന ആ എഫക്ട് ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ റിങ്ങുകൾ തമ്മിലുള്ള കോണ്ടാക്ട് എന്ത് ചെയ്യും? ചേഞ്ച്. അപ്പോൾ ഈ റിങ്ങും ബ്രഷും അടുത്ത റൊട്ടേഷൻ വരുമ്പോൾ R2 B1 നേരെ എത്തും, R1 B2 നേരെ. ഇവിടെ സ്പാർക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ബ്രഷ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗ്രാഫൈറ്റ് ബ്രഷ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പറഞ്ഞ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? മോട്ടറിന്റെ റൊട്ടേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് വിശദമായി അടുത്ത ചാപ്റ്ററിൽ പറയാം. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി, അതായത് ഈ റൊട്ടേഷൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ആ റിംഗ് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മോട്ടോറിന്റെ പ്രിൻസിപ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മോട്ടോറിന്റെ ഇലക്ട്രിക് മോട്ടോർ ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി ആയിരിക്കും. അതായത് വൈദ്യുത ഊർജം യാന്ത്രിക ഊർജമായി മാറും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതുപോലൊരു ഫിഗർ തന്നിട്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് R1 R2 എന്ന് പറയുന്നത് എന്താണെന്ന് മാർക്ക് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ B1 B2 എന്താണെന്ന് മാർക്ക് ചെയ്യാൻ ചോദിക്കാം. അടുത്ത ഒരു കാര്യമാണ് ഇലക്ട്രിക് മോട്ടറിന്റെ മോട്ടോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫ്ലമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് എഴുതാൻ ചോദിക്കാം. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ എനർജി കൺവേർഷൻ. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി ആണെന്നുള്ള എനർജി കൺവേർഷനും അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന മോട്ടോർ പ്രിൻസിപ്പിളുമായി ബേസ് ചെയ്തുള്ള മറ്റൊരു ഡിവൈസിനെ കുറിച്ചാണ്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് പറയാം. അടുത്ത നമ്മൾ പറയുന്നത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ കുറിച്ചാണ്. ഇപ്പൊ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ. ഇനി ഈ ലൗഡ് സ്പീക്കറിലെ എനർജി കൺവേർഷൻ എന്താണെന്ന് ചോദിക്കാം. ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സ്പീക്കർ അല്ല, ഏത് എനർജി ആയിട്ട് മാറും. ഓക്കെ, ലൗഡ് സ്പീക്കറിലെ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പറയാൻ പറ്റും. എന്താണ്? ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക് സിഗ്നൽസ് ആണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി എന്ന് പറയാം. ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി എന്ന് പറയാം, അല്ല എങ്കിൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു സൗണ്ട് എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി എന്നും പറയാം. അതാണ് ഇവിടെ നടക്കുന്ന മൂവിംഗ് കോയിലിലെ ലൗഡ് സ്പീക്കറിലെ എനർജി കൺവേർഷൻ. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് കുറിച്ചാണ്. ഇവിടെ ഞാൻ ഈ ഫിഗറിന്റെ പാർട്സുകളൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾ ടെക്സ്റ്റിനകത്ത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഇരിക്കും. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. നിങ്ങൾ സാധാരണ സ്പീക്കർ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്പീക്കർ പഴയ സ്പീക്കർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ അടിഭാഗത്ത് പുറമേ തന്നെ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫീൽഡ് മാഗ്നറ്റ്, നോർത്ത് സൗത്ത് ഉള്ളൊരു പെർമനന്റ് മാഗ്നറ്റ് അതിനകത്ത് കാണാൻ പറ്റും. ഈ രണ്ട് മാഗ്നറ്റിന്റെയും നടുവിലായിട്ട് ഒരു ഭാഗം ഇരിക്കും. ഇത് നമ്മളെന്താ പറയും? വോയിസ് കോയിൽ. വോയിസ് കോയിലിന്റെ നടുക്കൂട്. ഈ വോയിസ് കോയിലിന്റെ എൻഡ് ഡയഫ്രോമായി കണക്ട് ചെയ്യും. ഇതിന്റെ ഫ്രെയിമാണ് ഈ ഭാഗമാണ് ഡയഫ്രോം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ വോയിസ് കോയിലിലേക്ക് നമ്മൾ സാധാരണ മൈക്ക് വഴി സംസാരിക്കുമ്പോൾ ആ മൈക്രോഫോണിൽ നിന്നുള്ള സൗണ്ട് സിഗ്നൽസ് ആംപ്ലിഫയറിലെത്തി ആംപ്ലിഫൈ ചെയ്ത സിഗ്നലാണ് ഈ വോയിസ് കോയിലിലേക്ക് എത്തുന്നത്. അപ്പോൾ വോയിസ് കോയിൽ ഇരിക്കുന്നത് എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്, ഒരു കാന്തിക മണ്ഡലത്തിലാണ് ആയിരിക്കുന്നത് വോയിസ് കോയിൽ.
അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു വോയിസ് കോയിൽ എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ തൊട്ടുമുമ്പ് കണ്ടു. എന്ത് സംഭവിക്കും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്താൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന വോയിസ് കോയിലിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. എവിടെ നിന്ന്? നമ്മുടെ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ആണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രിക് സിഗ്നൽസ് പാസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വോയിസ് കോയിലിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്. ആ വോയിസ് കോയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് ഈ വോയിസ് കോയിലുമായി ആരെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഡയഫ്രത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വോയിസ് കോയിൽ ഫോഴ്സ് കൊണ്ട് മൂവ് ചെയ്യും. ആ മൂവ്മെന്റ് ആരെയും മൂവ് ചെയ്യിക്കും? ഈ ഡയഫ്രത്തെയും മൂവ് ചെയ്യും. അപ്പൊ ഈ ഡയഫ്രം അപ്പ് ആൻഡ് ഡൗണിലേക്ക് മൂവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അത് അതിന് ചുറ്റുമുള്ള എയറിനെ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻസ് ആണ് നമ്മൾ എന്തായാലും കേൾക്കുന്നത്? സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഓരോ സൗണ്ട് കേൾക്കുന്നതിന് ഡിഫറെന്റ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. എല്ലാ സൗണ്ടിനും ഒരേ വൈബ്രേഷൻസ് അല്ല ഉണ്ടാകുന്നത്. പല സൗണ്ടിനും പല രീതിയിലുള്ള വൈബ്രേഷൻസ് ആണ്. അപ്പോൾ വൈബ്രേഷൻസ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ, ഈ വോയിസ് കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ നടുവിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വോയിസ് കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഡയഫ്രം എന്ന് പറയുന്ന ഈ പോർഷൻ ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഡയഫ്രം കണക്ട് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? വോയിസ് കോയിലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് വോയിസ് കോയിലേക്ക് ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? വോയിസ് കോയിലേക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ എക്സ്റ്റേണൽ ഏജൻസി വഴി, അതായത് ആംപ്ലിഫൈഡ് ചെയ്ത സിഗ്നൽസ് ആണ് അവിടെ കിട്ടുന്നത്. ആ കിട്ടുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ്? കണ്ടക്ടിങ് വയർ ഉണ്ടായിരിക്കും. ഇതിനകത്തേക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടക്ടിങ് വയർ ഉണ്ടായിരിക്കും. അപ്പൊ ആ കണ്ടക്ടിങ് വയർ വഴിയായിരിക്കും വോയിസ് കോയിലേക്ക് എന്ത് കിട്ടുന്നത്? ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇനി വോയിസ് കോയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വോയിസ് കോയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന ഇലക്ട്രിക് കറണ്ട് ക്യാരിങ് കണ്ടക്ടറായി. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അതെന്ത് ചെയ്യും? അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ഫോഴ്സ് ആരേക്ക് കൊടുക്കും? ഈ ഡയഫ്രത്തെ കൊടുക്കും. ഡയഫ്രം അതിനെ വൈബ്രേറ്റ് ചെയ്യും. അതിന് ചുറ്റുമുള്ള എയറിനെ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ എന്ത് ചെയ്യും? സൗണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഇത്രയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാൻ നിങ്ങൾക്ക് വേണ്ടി. അതായത് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ക്രിസ്ത്യൻ ഓസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കറണ്ട് ഡയറക്ഷൻ മാറിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറും. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഒരു സോളിഡ് കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, പ്രസൻസ് ഓഫ് ദ സോഫ്റ്റ്വെയർ പവർ, പച്ചിരിപ്പിന്റെ സാന്നിധ്യം, ഇതൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഒരു പെർമനന്റ് മാഗ്നറ്റും ഒരു ടെമ്പററി മാഗ്നറ്റ്, അതായത് സോളിഡും ബാർ മാഗ്നറ്റ് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് നമ്മളൊരു ടേബിൾ ഡിസ്കസ് ചെയ്തു. ആ കാര്യങ്ങൾ ഓർക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞാണ് ഫ്ലമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. ആ ഫ്ലമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ബേസ് ചെയ്തുള്ള 2 ഡിവൈസുകളാണ് പറഞ്ഞത്, ഇലക്ട്രിക് മോട്ടോറും ലൗഡ് സ്പീക്കറും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ അവസാന ഭാഗങ്ങളിലുള്ള ഇലക്ട്രിക് മോട്ടോർ, ലൗഡ് സ്പീക്കറിലും മനുഷ്യക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എനർജി കൺവേർഷൻ എന്താണ്? വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിനും ലൗഡ് സ്പീക്കറിന്റെയും പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിളാണ് എനർജി കൺവേർഷൻ. ഇവിടെ നമ്മൾ ഇലക്ട്രിക് എനർജി, സൗണ്ട് എനർജി, അവിടെ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് എനർജി, മെക്കാനിക്കൽ. അപ്പോൾ ആ 2 കാര്യങ്ങൾ ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമായ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ കാണിച്ച് കൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ എക്സ്പെരിമെന്റൽ കാര്യങ്ങളൊക്കെ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടെക്സ്റ്റിനകത്ത് തന്നെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് നെറ്റിൽ അവൈലബിൾ ആണ്. ആ വീഡിയോസ് കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക, ഇത് കാണുന്നതിന് പുറമെ. കാരണം നമുക്കിപ്പോൾ ബോർഡിൽ വരച്ച് പറയുക മാത്രമേ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത്.